നോവൽ ഒടിയൻ ഭാഗം 4. കരിമ്പന കൂട്ടങ്ങൾക്കിടയിലൂടെ ആ വഴി ഒരു പെരുമ്പാമ്പിനെ പോലെ നീണ്ടു കിടന്നു. ചാത്തൻ്റെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അമ്മാവൻ വേലൻ്റെ കുടി. അമ്മയുടെ മൂത്ത സഹോദരനാണ് വേലൻ. അപ്പനെ പോലെ തന്നെ ഒടിവിദ്യകളിൽ അഗ്രഗണ്യൻ. വേറെയും ചില പൊടിക്കൈകൾ വശമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനെ കാണുന്നത് അപ്പൻ വിലക്കിയിരുന്നു. അപ്പൻ്റെ വഴിയെ താനും പോകരുതെന്ന് അപ്പൻ ആഗ്രഹിച്ചിരുന്നിരിക്കാം. ഇല്ല, എനിക്ക് പോകാതിരിക്കാനാവില്ല. ആ അപ്പൻ്റെ മകനാണ് ഞാൻ. അപ്പൻ ചെയ്തതും പോയതുമായ കൃത്യങ്ങളോ വഴികളോ തെറ്റെന്ന് പറയാൻ എനിക്കാവില്ല. എൻ്റെ അപ്പനും ഒരു ശരിയായിരുന്നു. വെളുത്ത മേലങ്കി പുതച്ച് പാവങ്ങളുടെ ചോര കുടിച്ച് നടക്കുന്ന പകലിൻ്റെ പിശാചുകൾക്കിടയിൽ അപ്പനും ഒരു ശരിയായിരുന്നു. കൂരിരുട്ടിൻ്റെ കമ്പളം പുതച്ച ഒരു കറുത്ത ശരി. ആദ്യമായാണ് ചാത്തൻ ഇരുട്ടിൽ ഒറ്റയ്ക്ക്. എങ്കിലും പേടി തോന്നിയില്ല. ഇരുട്ടിൻ്റെ രാജാവായിരുന്നു എൻ്റെ അപ്പൻ. അപ്പൻ നടന്ന വഴികളിലൂടെ നടക്കാൻ ഞാൻ എന്തിനു ഭയക്കണം? വന്ന വഴികൾ പിഴച്ചിട്ടില്ലെങ്കിൽ ഇനിയൊരു വളവ് കൂടി. അവിടെ ആ കാട്ടൊഴുകിൻ കൂട്ടങ്ങൾക്കിടയിൽ ഒരു കൂര. അതാണ് വേലൻ്റെ താവളം. ശരിയാണ്, എനിക്ക് വഴി തെറ്റിയില്ല. വേലൻ്റെ കൂരയിൽ മുനിഞ്ഞു കത്തുന്ന മണ്ണെണ്ണ വിളക്കിൻ്റെ വെട്ടം. നേരം പുലരുവാൻ ഇനിയും സമയമുണ്ട്. ചാത്തൻ പതിയെ മുറ്റത്തേക്ക് കയറി. മാമാ, ശബ്ദമുയർത്താതെ തന്നെ ഒന്ന് വിളിച്ചു നോക്കി. അകത്തുനിന്നും ശബ്ദമൊന്നുമില്ല. തൊണ്ടവറ്റി വരണ്ടുപോയ ചാത്തൻ ഉറക്കെ ചുമച്ചുപോയി. അടുത്ത വിളിയിൽ ചുമ നിർത്താൻ പാടുപെടവേ അകത്തുനിന്നും ഒരു ചോദ്യമുയർന്നു. ആരാടത്? ഒപ്പം തറയിൽ ഇരുമ്പുരയ്ക്കുന്ന ശീൽക്കാർ ശബ്ദവും. ചാത്തനെ അപകടം മണത്തു. ശത്രുവാണെന്ന ധാരണയിൽ അമ്മാവൻ ആക്രമിക്കാനിടയുണ്ട്. ഞാനാണ് ചാത്തൻ. ചാത്തനോ? ഏത് ചാത്തൻ? മണിയൻ്റെ മകൻ ചാത്തൻ. ചാത്തൻ്റെ ശബ്ദം ഒന്നുകൂടി ബലം കൊണ്ടു. അല്പനേരം അകത്തുനിന്നും ഒരു ശബ്ദവും കേട്ടില്ല. മാമാ. ചാത്തൻ അകത്തേക്ക് ചെവി കൂർപ്പിച്ച് ഒന്നുകൂടി വിളിച്ചു. നീ അകത്തേക്ക് വാ. ഇത്തവണ ശബ്ദം ശാന്തമായിരുന്നു. ഉമ്മറത്തെ പനമ്പട്ട കൊണ്ടുള്ള വാതിൽ ചാത്തൻ എടുത്ത് ഒരു വശത്തേക്ക് വെച്ചു. അകത്ത് വിളക്കൊന്നും തെളിഞ്ഞിട്ടില്ല. ഇരുട്ടിൽ ഒന്നും മനസ്സിലാകാതെ അന്തിച്ചു നിന്ന ചാത്തനോട് ഉമ്മറത്തെ വിളക്കെടുത്തുകൊള്ളാൻ വേലൻ പറഞ്ഞു. വിളക്കെടുത്ത് പതിയെ കട്ടിലപ്പടി താണ്ടി കാലെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ തൈലത്തിൻ്റെയും പച്ചമരുന്നുകളുടെയും മണം മൂക്കിലേക്ക് അടിച്ചു കയറി. കരിമ്പന പട്ട കൊണ്ട് നിർമ്മിച്ച 4 ചുവരുകളും മേൽക്കൂരയും. ഉള്ളിൽ അറകളായി തിരിച്ചിട്ടില്ല. ചാത്തൻ്റെ കണ്ണുകൾ വേലനെ തിരിഞ്ഞു. ഒരു ഞരക്കം കേട്ട ഭാഗത്തേക്ക് വിളക്ക് പെട്ടെന്ന് വെട്ടിച്ചപ്പോൾ അതിൻ്റെ പ്രകാശമൊന്ന് ഉലഞ്ഞു. ആ അവ്യക്തതയിൽ ചാത്തൻ കണ്ടു ഒറ്റമുണ്ട് ധരിച്ചു കിടക്കുന്ന ആ രൂപം. തൈലം തേച്ച് പിടിപ്പിച്ചിരിക്കുന്ന ആ ശരീരം വിളക്കിൻ്റെ പ്രഭയിൽ തിളങ്ങുന്ന പോലെ. ശോഷിച്ചുപോയ ഉടലിൽ നിന്നും വാരിയലുകൾ എണ്ണിയെടുക്കാം. അപ്പനേക്കാൾ ശക്തനും കേമനുമായിരുന്ന വേലമാമനെന്ന് കേട്ടിട്ടുണ്ട്. പല വീരകഥകളും കേട്ട് അഭിമാനം കൊണ്ടിട്ടുമുണ്ട്. അപ്പൻ്റെ ഗുരു. ചാത്തൻ വേലൻ്റെ അരികിൽ പോയിരുന്നു. വിളക്ക് താഴെ വെച്ചു. ആ കയ്യിൽ വെട്ടുകത്തി വിടാതെ പിടിച്ചിട്ടുണ്ട് വേലൻ. ചാത്ത മകനെ. ചിരിയും കരച്ചിലും ഒരുമിച്ച് നിറഞ്ഞു കാണാം ആ മുഖത്ത്. ചുണ്ടുകൾ ഒരു വശത്തേക്ക് കൂടിപ്പോയി. നീ വലിയ മനുഷ്യനായി പോയല്ലോടാ. അയാൾ ഒരു കൈയുയർത്തി അവൻ്റെ കാലിൽ തൊട്ടു. എത്ര കാലമായി നിന്നെ കണ്ടിട്ട്. എന്താ നീ ഈ നേരത്ത്? അപ്പനറിയാതെ വന്നതാണോ? അയാളുടെ ശബ്ദം നന്നേ ക്ഷീണിച്ചിരുന്നു. കണ്ണിൽ തിളങ്ങി നിന്ന 2 വെള്ളിമുത്തുകൾ നിമിഷ നേരം കൊണ്ട് അയാളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങി. മാമ. ചാത്തൻ വേലൻ്റെ കവിളിൽ കൈത്തലം ചേർത്തു. എന്താ ഇത്? എന്താണ് ഇങ്ങനെയൊക്കെ? എവിടെ അമ്മായി മക്കളുമൊക്കെ? വേലൻ ചുറ്റുമെന്ന് കണ്ണോടിച്ചു. നീ എന്നെ ഒന്ന് പിടിച്ചേ. അയാൾ കയ്യിലെ കത്തി നിലത്ത് വെച്ച് 2 കൈയും അവന് നേരെ നീട്ടി. ചാത്തൻ മുട്ടുകാലിൽ ഇരുന്നുകൊണ്ട് അയാളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഹേയ്, എനിക്കങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. കിടന്നാൽ എണീക്കാൻ കുറച്ച് പാടാണ്. ഒന്നും പ്രതീക്ഷിച്ച വേഗത്തിലങ്ങ് ചെയ്യാൻ പറ്റില്ല. ആയ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത വേഗത്തിൽ ചെയ്തതല്ലേ. അതിൻ്റെയൊക്കെ ആവും. അയാളിൽ നിന്നും തീർത്തും ജീവനില്ലാത്ത ഒരു ചിരി ഉയർന്നു. എൻ്റെ അപ്പൻ പറയുമായിരുന്നു, ഒടിവിദ്യ ഓരോ തവണ പ്രയോഗിക്കുമ്പോഴും ആയുസ് കുറഞ്ഞു കുറഞ്ഞു പോകുമെന്ന്. ഒക്കെ വെറുതെയാ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നേ രക്ഷപ്പെട്ടേനെ. വേലൻ തല പട്ടച്ചുമരിനോട് ചേർത്തു. എവിടെ അമ്മായിയൊക്കെ? കുട്ടപ്പനും കുഞ്ഞുണ്ണിയുമൊക്കെ? ചാത്തൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. അവരൊക്കെ പോയടാ. എന്നെ വിട്ടുപോയി. പോവേ? എങ്ങോട്ട്? എന്തിന്? ചാത്തൻ നെറ്റിച്ചൊളിച്ചു. ഭയം. ഒടിയൻ വേലനെ ഭയം. സ്വന്തം അപ്പൻ മകനെ കൊന്നോൻ. പിന്നെ ഭയമുണ്ടായില്ലേ? ഉണ്ടാവും, ഭയം ഉണ്ടാവും. അതുകൊണ്ട് അവർ പോയി. എനിക്കങ്ങനെ തടയാൻ കഴിയും?
അയാൾ നിലത്തേക്ക് മുഖം തിരിച്ചുകൊണ്ട് വിതുമ്പി. എന്തൊക്കെയാണ് മാമായി പറയണേ? ഒന്നും മനസ്സിലാകുന്നില്ല. പറയാം, എല്ലാം പറയാം. അയാൾ തല ചുമരിലേക്ക് ചാരി വെച്ചുകൊണ്ട് തുടർന്നു. വേലൻ്റെ കഥയല്ല ഇത്, ഒടിയൻ്റെ കഥയാണ്. വേലൻ ഒടിയനാകുമ്പോഴുള്ള കഥ. രാത്രിയുടെ 3-ാം യാമം. കരിമ്പന ചുവട്ടിൽ നിന്നും ഒരു ഉടുമ്പൻ കുഞ്ഞ് ചീറിക്കൊണ്ട് മുകളിലേക്ക് പാഞ്ഞു കയറി. കരിയിലകൾ ചവിട്ടി ഞെരിച്ചുകൊണ്ട് ഒരു ഇരുണ്ട രൂപം അവിടത്തേക്ക് നടന്നെടുത്തു. മുട്ടോളം കരിമ്പടം പുതച്ച ഒരു രൂപം. ഇരുമ്പിൽ തളകെട്ടിയ കാലിൽ കരടി രോമങ്ങൾ. ഭയം കൊണ്ട് അമ്പിളി മേഘങ്ങൾക്കിടയിൽ ഒളിച്ചു. ഇരുട്ട് തന്നെ മൂടിയ ആ കരിമ്പടം അയാൾ പറിച്ചെറിഞ്ഞു. ഇരുട്ടിനെ എടുത്തണഞ്ഞു. ഒടിയൻ വേലൻ. കരിമ്പന ചുവട്ടിൽ ഒളിപ്പിച്ചു വെച്ച വിദ്യ അവൻ കാതുകളിൽ പുരട്ടി. വേലിക്കറ പുരണ്ട വികൃതമായ നാക്ക് കീഴ്ചുണ്ടിന് മുകളിലൂടെ പുറത്തേക്ക് നീണ്ടു. അയാൾ പതിയെ തിരിഞ്ഞു നടന്നു. കയ്യിലെ മുടിയൻ കോലുകൊണ്ട് അയാൾ കരിമ്പനത്തടയിൽ ആഞ്ഞടിച്ചു. കൊടുങ്കാറ്റ് പോലെ അയാൾ കരിമ്പനകൾക്കിടയിൽ കൂടി കുതിച്ചു പാഞ്ഞു. കാട്ടിൽ നിന്നും വയലിലേക്ക്. വയൽ വരമ്പുകൾക്കിടയിലൂടെ ശരവേഗത്തിൽ അയാൾ കുതിച്ചു പാഞ്ഞു. ദൂരെ നായ്ക്കൾ ഓലിയിടുന്ന ശബ്ദം കേട്ടിട്ടെന്നോണം വയൽ വരമ്പുകൾക്ക് അക്കരെ ഒരു ഏറുമാടത്തിൽ എരിഞ്ഞിരുന്ന റാന്തൽ വിളക്കിൻ്റെ തിരി താണു. കാവലിരുന്ന ഒടിയൻ്റെ വരവറിഞ്ഞു. ദൂരെ ഇരുട്ടിലൂടെ ഒരു കറുമ്പൻ ഒറ്റപ്പന്നി ഓടിപ്പോകുന്നത് ഏറുമാടത്തിൽ ഇരുന്നുകൊണ്ട് കാവൽക്കാരൻ കണ്ടു. ഏറുമാടത്തിന് കീഴിൽ കുരച്ചുകൊണ്ടിരിക്കെ അയാളുടെ കാവൽ നായ ചരട് പൊട്ടിച്ചുകൊണ്ട് പന്നിക്ക് നേരെ കുതിച്ചു. തൻ്റെ നായ തിരിച്ചു വിളിക്കാൻ ശബ്ദമുയർത്താൻ പോലും ഭയന്ന് ആ കാവൽക്കാരൻ കരഞ്ഞുകൊണ്ട് തലയിൽ കൈവച്ചു. അല്പനേരം കൂടി മാത്രമേ നായയുടെ കുര അയാളുടെ കാതിൽ മുഴങ്ങിയുള്ളൂ. ദൂരെ ഇരുട്ടിൽ നിന്നും ദയനീയമായൊരു ആർത്തനാദം അയാളുടെ കാതിൽ വന്നു വീണു. അയാൾ വിരലുകൾ കൊണ്ട് ചെവി അടച്ചു പിടിച്ചു. ആ ഒറ്റപ്പന്നി പിന്നെയും കുതിച്ചു പാഞ്ഞു. അതിൻ്റെ മുടന്തുള്ള ഇടത്തെ മുൻകാലിൽ മുട്ടോളം രക്തക്കര പുരണ്ടിരുന്നു. വയലിൽ നിന്ന് ജനവാസമുള്ള സ്ഥലത്തേക്ക് കയറിയ പന്നി മുരണ്ടുകൊണ്ട് തലകുലുക്കി. സ്ഥലത്തെ പ്രമാണി കൃഷ്ണൻ നായരുടെ വീട്. അതിനു മുന്നിലാണ് അത് പോയി നിന്നത്. പറമ്പിലെ വലിക്കപ്ലാവിൻ്റെ കൊമ്പിലിരുന്ന ഒരു കൂറ്റൻ കൂമൻ്റെ തല കഴുത്തിന്മേൽ ഒന്ന് തിരിഞ്ഞു. ഭീമാകാരമായ ഒരു രൂപം വേലിപ്പടർപ്പൊക്കെ മുകളിലൂടെ ആ വളപ്പിലേക്ക് ചാടിയത് അത് കണ്ടു. പൊടുന്നനെ ആ പക്ഷി അവിടെ നിന്ന് പറന്നുയർന്നു. അതിൻ്റെ ചിറകൊച്ചയിൽ കാലടി ശബ്ദങ്ങൾ ഒളിപ്പിച്ചുകൊണ്ട് കരിയിലകൾക്ക് മുകളിലൂടെ ഇരുമ്പ് വളയിട്ട 2 കാലുകൾ നടന്നു നീങ്ങി. കാലിലെ ഇരുമ്പ് വളയകളിൽ ഒന്നിൽ നിന്ന് രക്തം ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. പിൻവശത്തെ ജനൽപ്പാളികളിലൂടെ ഒരു കരിമ്പൂച്ചയായി മാറിയ അയാൾ അകത്തേക്ക് കയറി. അവിടെ നിന്നും അകത്തളത്തിൻ്റെ മധ്യേ പാത്രം അടഞ്ഞുകിടന്ന വാതിൽ വഴി ആ മുറിയിലേക്ക്. അകത്ത് എന്തോ ശബ്ദം കേട്ട് മച്ചിൽ നിന്നും ഒരു കാടൻ പൂച്ച പാഞ്ഞിറങ്ങി വന്നു. ഏതോ മനുഷ്യൻ്റെ ചോരപുരണ്ട കാലടികൾ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്ന അടയാളം. അത് ആ അടയാളം പോയ വഴിയെ ഓടി. നിലാവിൽ ഒരു ഭീമാകാരനായ മനുഷ്യൻ ഭാരമുള്ള എന്തോ ഒന്ന് കൈകളിൽ താങ്ങി പിടിച്ചുകൊണ്ട് അനായാസം വളപ്പിലൂടെ നടന്നു നീങ്ങുന്നത് കണ്ട് ആ കാടൻ പൂച്ച ഉറക്കെ ചീറി. അതിൻ്റെ സകല രോമങ്ങളും എഴുന്നേറ്റ് നിന്നു. ആ മനുഷ്യൻ്റെ ഇടങ്കയിലെ പുഷ്ടിയിൽ നിന്നും പനങ്കുല പോലെ തൂങ്ങിക്കിടക്കുന്ന കേശഭാരം തറയിൽ മുട്ടി. അയാളുടെ കയ്യിൽ നിറഗർഭിണിയായ ഒരു യുവതിയായിരുന്നു, നായരുടെ മകൾ. അവളുടെ കാലിലെ കൊലുസുകൾ അയാളുടെ നടത്തത്തിനൊപ്പം ശബ്ദിച്ചു. അവിടെ നിന്നും അകലെ ഒരു തുറന്ന പള്ളിയാലിൽ ചെന്ന് അയാൾ നിന്നു. തറയിൽ ഒരു ചൂട്ട് കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനു സമീപം പൻപട്ടകൾ നിരത്തി വെച്ചിരുന്ന തറയിൽ അയാൾ ആ യുവതിയെ കിടത്തി. മൂത്ത മുളയുടെ കാണ്ടം ചെത്തി കൂർപ്പിച്ചുണ്ടാക്കിയ ഒരു കത്തി അയാൾ അരയിൽ നിന്ന് വലിച്ചൂരി. അത് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് അയാൾ എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലിയ ശേഷം ആ സ്ത്രീക്ക് സമീപം മുട്ടുകാലിൽ കുന്തിച്ചിരുന്നുകൊണ്ട് മെല്ലെ ആ കത്തി അവളുടെ നിറവയറിനോട് ചേർത്തു. ചോര തെറിച്ചു വീണ് നിലത്ത് കത്തി നിന്നിരുന്ന പന്തം പാതിയും അണഞ്ഞു. കയ്യിൽ ഉയർത്തിപ്പിടിച്ച ചോര തെറിച്ച ഭ്രൂണവുമായി അയാൾ എഴുന്നേറ്റു. പറമ്പിലെ ആ ഒറ്റപ്പനിയുടെ കുരലിലേക്ക് അയാൾ ക്ഷണനേരം കൊണ്ട് പാഞ്ഞു കയറി. തിരിച്ചിറങ്ങുമ്പോൾ ആ കൈകൾ ശൂന്യമായിരുന്നു. കയ്യിൽ പറ്റിയിരുന്ന രക്തക്കറ അയാൾ നിലത്ത് കിടന്നിരുന്ന സ്ത്രീയുടെ തലമുടിയിൽ തുടച്ചു. ശേഷം അവളെ എടുത്തുകൊണ്ട് തിരികെ നടന്നു. അവൾ അപ്പോഴും ഗാഢനിദ്രയിൽ തന്നെയായിരുന്നു. അവളിൽ നിന്നും ഒഴുകി വീണിരുന്ന രക്തച്ചാലുകൾ പതിയെ ഇല്ലാതെയായി. പതിയെ വീടിനകം പൂണ്ട അയാൾ അവളെ അറയിൽ കിടത്തി തിരികെ നടന്നകന്നു. അപ്പോൾ ആ അറയ്ക്ക് പുറത്ത് ആ കാടൻ പൂച്ച തല തകർന്ന് കിടക്കുന്നുണ്ടായിരുന്നു. പറമ്പിലെ വരിക്കപ്ലാവിൻ ചുവട്ടിൽ നിന്നും ഒരു കാട്ടുപന്നി മുരണ്ടുകൊണ്ട് പാഞ്ഞു പോകുന്ന ശബ്ദം കേട്ടാണ് നായരുടെ വീട്ടിലെ കാവൽ നായ എഴുന്നേറ്റത്. അത് നിർത്താതെ ഓരിയിട്ടുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ആ മുടന്തൻ പന്നി വയലുകൾ കടന്ന് കരിമ്പനകൾക്കിടയിൽ എത്തിക്കഴിഞ്ഞിരുന്നു.
കരിമ്പന കൂട്ടങ്ങൾക്കിടയിൽ ഒരു മനുഷ്യൻ്റെ കാലനക്കം കേട്ടതുപോലെ അവൻ വേഗത കുറച്ചു. പനയിൽ മുടിയൻ കോലിന് അടിച്ചു അടയാളം കാണിക്കും മുൻപേ പുറത്തിറങ്ങിയ മനുഷ്യൻ അതാരായാലും ശത്രു തന്നെ. ഒടിവേഷം അഴിക്കുന്ന നേരമാകാറായി. മുന്നിൽ ആര് വന്നാലും മരണം. തേറ്റ മണ്ണിൽ കുത്തി വലിച്ചുകൊണ്ട് ആ പന്നി കാലനക്കം കേട്ട ഭാഗത്തേക്ക് കുതിച്ചു. അമ്മേ! ആ കാടിനെ കുലുക്കുമാർ ഉച്ചത്തിൽ അവിടെ ഒരു നിലവിളി ഉയർന്നു. കരിമ്പനയുടെ കൂറ്റൻ വയറിൽ കട്ട ചോര വീണു ചുവന്നു. തേറ്റ കുലുക്കിക്കൊണ്ട് പന്നി വീണ്ടും കുതിച്ചു. കരിമ്പനകളിൽ മുടിയൻ കോലുകൾ ശബ്ദമുണ്ടാക്കി. അകലെ റാന്തൽ മുനിയുന്ന കൂരയ്ക്ക് മുന്നിൽ വന്നുകൊണ്ട് അവൻ ശബ്ദമുണ്ടാക്കി. കൂരയ്ക്കു ചുറ്റും വലം വെച്ചു. അകത്തുനിന്നും ഒരു സ്ത്രീ ഇറങ്ങി വന്നു. പന്നിക്ക് നേരെ ഒരു പാത്രം ചാണകവെള്ളം ഒഴിച്ചു. വെള്ളം വീണ മാത്രയിൽ തന്നെ ആ സ്ഥാനത്ത് നിന്നും ഒരു കറുത്തിരുണ്ട നഗ്നനായ ഒരു മനുഷ്യൻ എഴുന്നേറ്റു നിന്നു. വേലൻ, നിന്റെ മാമൻ. അപ്പോഴാണ് വേലൻ ചാത്തുവിനെ നോക്കുന്നത്. ചാത്തു കണ്ണുമിഴിച്ച് അയാളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. കൂരയ്ക്കുള്ളിൽ ചെന്നു മുണ്ട് ധരിച്ചു. ഞാൻ കുട്ടികൾ കിടക്കുന്ന പായയിൽ ചെന്നിരുന്നു. കുട്ടപ്പൻ പായയിലില്ല. എന്തോ അപാകത തോന്നി. ഞാൻ നാണിയെ വിളിച്ചു. നാണി, കുട്ടപ്പൻ എവിടെ? നാണി പുറത്ത് മുറ്റം തൂക്കുന്ന തിരക്കിലായിരുന്നു. കുട്ടി വിശക്കുന്നു അമ്മ എന്ന് പറഞ്ഞ് കുറേ നേരമായി ഇരുന്ന് കരയുന്നു. ഞാനാ പറഞ്ഞ പനങ്കാട്ടിൽ പനമ്പഴം വീണ് കിടക്കുന്നുണ്ടാവും, പോയി എടുത്തോ എന്ന്. കേട്ടവാതി ഓടിയതാണ് അവൻ. ഇപ്പോൾ വരും, അവൾ പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞു. ചതിച്ചല്ലോ കരിങ്കാളി. ഞാൻ നെഞ്ചത്ത് കൈവച്ചു. പായയിൽ നിന്ന് പിടഞ്ഞെണീറ്റുകൊണ്ട് ഞാൻ പനങ്കാട്ടിലേക്ക് ഓടി. പിന്നിൽ കാര്യം എന്തെന്നറിയാതെ നിന്റെ അമ്മായിയും. കഥ തുടരും.